everyone, welcome back to my YouTube channel. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ലെവൽ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? നമ്മൾ ഏതൊരു ഭാഷ സംസാരിക്കുകയാണെങ്കിലും നമുക്ക് ആ ഭാഷയിലെ വാക്കുകളൊക്കെ കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ 30 വാക്കുകൾ കാണിക്കും സ്ക്രീനിൽ. അപ്പോൾ ഓരോ വാക്കുകളായിട്ടായിരിക്കും വരാം. അപ്പോൾ ഓരോ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് ഒരു 3 സെക്കൻഡ്സ് സമയമുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അതൊന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കി പറഞ്ഞു നോക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൻ്റെ ഒപ്പം തന്നെ മറക്കാതെ ഒരു കാര്യം ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഈ 30 വേർഡ്സിൽ എത്ര വേർഡ്സ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റി എന്നുള്ള നമ്പർ നോട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം അതനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ലെവലാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ ഏതാണ് എന്ന് മനസ്സിലാവുള്ളൂ. കാരണം ലാസ്റ്റ് നിങ്ങളുടെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ മാർക്സ് കിട്ടിയത് അതനുസരിച്ച് നിങ്ങളുടെ ലെവൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടി എന്ന് അറിയിക്കാൻ മറക്കരുത്. കാരണം അതനുസരിച്ച് നിങ്ങൾ ഏതൊരു ലെവലാണെങ്കിലും അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ആദ്യത്തെ വേർഡ് ഇതാണ്. ഇത് നമ്മൾ എങ്ങനെ ഉച്ചരിക്കും? കലണ്ടർ എന്നാണോ പറയാ? കലണ്ടർ, കലണ്ടർ. നെക്സ്റ്റ് വേർഡ് ഇതാണ്. ഇത് നമ്മൾ എങ്ങനെ പറയും? unnecessary, unnecessary. അൺനെസസറി എന്ന് പറഞ്ഞാൽ അനാവശ്യമായതിനെയാണ് നമ്മൾ അൺനെസസറി എന്ന് പറയാ. നെക്സ്റ്റ് വേർഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇതാണ് ആ വേർഡ്. എങ്ങനെയാണ് പറയാ? സർപ്രൈസ് ആണോ അത് സർപ്രൈസ് ആണോ? രണ്ടുമല്ല. സർപ്രൈസ്, സർപ്രൈസ്. നെക്സ്റ്റ് വേർഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയോ എന്ന്. ഇതാണ് വുമൺ, വുമൺ. വുമൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീനെയാണ് നമ്മൾ വുമൺ എന്ന് പറയാ. ഒന്നിൽ കൂടുതലാണെങ്കിലോ ഇങ്ങനെയാണ്. ഇതെങ്ങനെ വായിക്കും? വിമൻ, വിമൻ. നെക്സ്റ്റ് വേർഡ് ഇതാണ്. നമ്മൾ എങ്ങനെ വായിക്കും? ബ്രീത്ത്, ബ്രീത്ത്. അടുത്ത വേർഡിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് ഈ ലാസ്റ്റിലെ ഈ ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കാം? ബ്രെത്ത്, ബ്രെത്ത്. അപ്പൊ നിങ്ങൾ ഇത് മറക്കരുത്. ബ്രീത്ത് ആൻഡ് ബ്രെത്ത് രണ്ടും സ്പെല്ലിംഗ് ഇപ്പോൾ പഠിച്ചില്ലേ? നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും? ഡിറ്റർമൈൻ ആണോ? ഡിറ്റർമിൻ, ഡിറ്റർമിൻ. നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കുക? ഫോളോവിങ് ആണോ? ഫോളോയിങ്, ഫോളോയിങ്. നെക്സ്റ്റ് വേർഡ് ആരും മറക്കരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. എങ്ങനെ വായിക്കും? ജുവലറി ആണോ? ജൂവലറി, ജൂവലറി. നെക്സ്റ്റ് വേർഡ് ഇതാണ്. നമ്മൾ എങ്ങനെ വായിക്കും? chaos, 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 chaos. നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും?
പോലീസ്. ശരിയല്ല. police. police. നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും നമ്മള്? ടെക്നോളജി. 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 നെക്സ്റ്റ് വേർഡ് ഇതാണ്. എല്ലാവരും കറക്റ്റ് ആക്കും. എങ്ങനെ വായിക്കും നമ്മൾ? കൺഫ്യൂഷൻ. 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 ഷൻ അല്ല, കൺഫ്യൂഷൻ. അടുത്തത് മിക്കവരും യൂസ് ചെയ്യുന്നതാണ്. ഇതെങ്ങനെ നമ്മൾ വായിക്കും? വെഹിക്കിൾ. vehicle. vehicle. അടുത്ത വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും നമ്മൾ? കോൺസൈൻസ്. അങ്ങനെയാണോ? കോൺഷ്യൻസ്. 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 തെറ്റോ ശരിയോ തിരിച്ചറിയാനുള്ള ബോധ്യത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സാക്ഷിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും? ചൈവൽറി. അങ്ങനെയാണോ? ചിവൽറി അല്ല, ഷിവൽറി. ഷിവൽറി. ഇതൊരു കൈൻഡ് ഓഫ് ബിഹേവിയറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഒരു പെരുമാറ്റം, എസ്പെഷ്യലി പുരുഷന്മാർ സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. a chivalrous man എന്നൊക്കെ കേട്ടിട്ടില്ലേ? നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും? bizarre. അങ്ങനെയാണോ? bizarre. bizarre. വിചിത്രമായതിനെയാണ് നമ്മൾ bizarre എന്ന് പറയാം. നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും നമ്മൾ? sabotage. 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 sabotage എന്ന് പറഞ്ഞാൽ അട്ടിമറിയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എങ്ങനെ വായിക്കും? യൂഷ്വൽ. യൂഷ്വൽ. അടുത്ത വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും? സെലിബ്രിറ്റി എന്നാണോ? സെലിബ്രിറ്റി. സെലിബ്രിറ്റി. നെക്സ്റ്റ് വേർഡ് ഇത് നമ്മൾ പ്ലെയിനിലൊക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇതെങ്ങനെ വായിക്കുക? ഫാസ്റ്റൻ എന്നാണോ? ഫാസൻ. ഫാസൻ. ഫാസൻ യുവർ സീറ്റ് ബെൽറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും? ക്വയർ. ക്വയർ. കൊയർ എന്നല്ല. നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും? ഡെറ്റ് എന്നാണോ വായിക്കേണ്ടത്? അല്ല അല്ലേ? ഡെറ്റ്. ഡെറ്റ്. നമ്മൾ ചില സമയത്ത് ടി വി ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, അതൊന്ന് ഇങ്ങനെ പറയാറില്ലേ? ഇതെങ്ങനെ നമ്മൾ പറയും? pause. pause. നെക്സ്റ്റ് വേർഡ് നമുക്ക് എല്ലാവർക്കും അർത്ഥം അറിയാം. പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കി നോക്കിയേ. ഇതാണ് വേർഡ്. എങ്ങനെ വായിക്കും? sword എന്നാണോ? no. sword. sword. നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കും?
നിച്ചി അങ്ങനെയാണോ? അല്ല, നീഷ്, നീഷ്. വളരാൻ കഴിയുന്ന സ്ഥാനത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് നമ്മൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. എങ്ങനെ വായിക്കും? സിസസ്, സിസസ്. സിസേഴ്സ് എന്നല്ല, സിസസ്. നെക്സ്റ്റ് വേർഡ് ഇതാണ്. എങ്ങനെ വായിക്കുക? പാർലമെന്റ് എന്നാണോ? പാർലമെന്റ്, പാർലമെന്റ്. നെക്സ്റ്റ് വേർഡ് ഈസി ആയിട്ടുള്ളൊരു വേർഡാണ്. ഇതെങ്ങനെ വായിക്കും? evil, evil. അപ്പൊ നമ്മൾ 30 വേർഡ്സിന്റെ പ്രൊണൗൺസിയേഷൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും അവരവരുടെ സ്കോർസ് ഒക്കെ അറിയാം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് റിസൾട്ട് പറയാം അല്ലേ? അപ്പോൾ ആദ്യം തന്നെ 1 to 10, അതായത് 1 മുതൽ 10 ഒരു സംഖ്യയാണ് നിങ്ങളുടെ സ്കോർ എങ്കിൽ നിങ്ങൾ ബേസിക് ലെവലാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഈ ബേസിക് ലെവൽ ഇനി ഇന്റർമീഡിയറ്റ് ലെവൽ ആക്കാം, അത് കഴിഞ്ഞ് അഡ്വാൻസ് ലെവലൊക്കെ നമുക്ക് ആക്കാം. അപ്പോൾ ഇപ്പോൾ ബേസിക് ലെവൽ, അതായത് 1 to 10 നിങ്ങളുടെ നമ്പർ എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കുറേ പുതിയ വേർഡ്സുകൾ പഠിക്കാൻ നോക്കുക. പുതുതായി കേൾക്കുന്ന വാക്കുകൾ അപ്പം തന്നെ നെറ്റിൽ അടിച്ച് നോക്കുക, പ്രൊണൗൺസിയേഷൻ പഠിക്കുക. നമ്മുടെ മാതൃഭാഷയിൽ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇന്നും അത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ നോക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അർത്ഥം നോക്കാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പം നെക്സ്റ്റ്, അപ്പം നിങ്ങളുടെ സ്കോർ 1 to 20 ആണെങ്കിൽ, 1 to 20 നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവലാണ്. അതായത് ബേസിക് ലെവൽ നമ്മൾ കടന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യം മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? നോവൽസ് വായിക്കാം, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കാം, ന്യൂസ് ചാനൽസ് കാണാം. ഇത് തന്നെയാണ് പുതുതായിട്ട് കാണുന്ന വേർഡ്സിൻ്റെ ഒക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക, പ്രൊണൗൺസിയേഷൻ മനസ്സിലാക്കുക, കൂടുതൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ സ്കോർ 20 to 30, എസ്പെഷ്യലി 25 to 30 ആണെങ്കിൽ ഇഷ്ടമുള്ള ഇംഗ്ലീഷ് മൂവീസോ നെറ്റ്ഫ്ലിക്സോ എന്താണെന്ന് വെച്ചാൽ കണ്ടോ, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ലാംഗ്വേജ് അത്യാവശ്യം അറിയാം, പക്ഷെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, എത്ര വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഡിസ്കവറി ചാനൽ കാണാം, ഇംഗ്ലീഷ് ചാനൽസ് കാണാം, ന്യൂസ് പേപ്പർ വായിക്കാം, BBC ന്യൂസ് കാണാം, അതൊക്കെ ചെയ്യാം. എല്ലാവരും നിങ്ങൾക്ക് എത്ര സ്കോർസ് കിട്ടി എന്ന് അറിയിക്കാൻ മറക്കരുത് കമന്റ് ബോക്സിൽ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.